ക്രിസ്തുയേശുവിൽ അനുഗ്രഹിത പ്രിയ സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളെവരെയും കർത്താവ് ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഹല്ലേലൂയ. ചോദിക്കുവിൻ. ഒരു വ്യക്തിയോട് നാം ചോദിക്കുമ്പോൾ അല്പം അകലത്തിൽ നിന്നാണ് നാം ചോദിക്കുക. ചോദിച്ച ശേഷം നാം ചോദിച്ച കാര്യം എന്തായി എന്ന് നാം വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് നമ്മൾ അരികിൽ ചെന്ന് മുട്ടുകയാണ്. ഒരു വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുന്ന പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്, ചേർന്ന് അവനെ ധരിക്കുകയാണ്. അപ്പോൾ തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രാവശ്യത്തെ പ്രക്രിയയല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ്. നാം പ്രാർത്ഥനയോടെ ചോദിച്ചു, അതെന്തായി കർത്താവെ, ഞാൻ ചോദിച്ച കാര്യം എന്തായി കർത്താവെ എന്ന് നാം നിരന്തരം കർത്താവിനോട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് അല്പം കൂടി കർത്താവിന്റെ അടുക്കലെത്തി കർത്താവിന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് നാം ചോദിക്കുകയാണ്. അപ്പോഴേക്ക് എന്തായി? തുറന്നു കിട്ടി, ലഭിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് നാം എന്ത് ചോദിച്ചാലും ദൈവം തക്ക സമയത്താണ് അവന് ഉത്തരമരുളുക. അബ്രഹാം തനിക്ക് സന്തതി നൽകുന്ന കർത്താവ് വാഗ്ദാനം ചെയ്തുവെങ്കിലും തന്റെ വാർദ്ധക്യം വരെ ഇസഹാക്കിനായി കാത്തിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. സഖറിയാവ് ദൈവസന്നിധിയിൽ പുരോഹിതനായിരുന്നുവെങ്കിലും തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നു. യേശുക്രിസ്തുവിന് മുമ്പേ വഴിയൊരുക്കാൻ നിയോഗിക്കപ്പെട്ട സ്നാപക യോഹന്നാനായിരുന്നു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കാറില്ല. കാരണം തക്ക സമയം ഏതാണെന്നും നാം ചോദിക്കുന്നത് എന്താണെന്നും അതെപ്പോ നമുക്ക് ലഭിക്കണമെന്നും കർത്താവിന് അറിയാം. ആകയാൽ ഇന്ന് ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കുന്നതുവരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, കർത്താവിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ.